ഹായ് മക്കളെ, CUT എക്സാമിനേഷൻ വഴി ഇന്ത്യയിലെ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിൽ BSc മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, സയൻസ് വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സിലൂടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിലേക്കും മേഖലകളിലേക്കും പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് BSc മാത്സ് കഴിഞ്ഞ ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്ക് പോകാം, MSc മാത്സ് ചെയ്യാം, ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാം, സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള മേഖലയിലേക്ക് പോകാം, അതല്ലെങ്കിൽ ഡാറ്റാ സയൻസ് പോലെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് പോകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് പോകാം. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രീമുകളിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് BSc മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ BSc മാത്തമാറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? CUT അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ പ്രധാനമായിട്ടും വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ നിങ്ങൾക്ക് CUT വഴി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏതൊക്കെ ഡൊമൈൻ സബ്ജക്റ്റുകളാണ് നിങ്ങൾ എഴുതേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ CUT-യുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ ഫോളോ ചെയ്യുകയും വേണമെന്നുള്ളതാണ്. അപ്പോൾ BSc മാത്തമാറ്റിക്സ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സും അതുപോലെ തന്നെ BSc പ്രോഗ്രാം മാത്തമാറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കോഴ്സുകളും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനി വൺ ഫ്രം സെക്ഷൻ 1 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് എഴുതാം. മാത്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഫ്രഷ് എനി 2 ഫ്രം സെക്ഷൻ 2. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, ഏത് കോഴ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ചാണ് നിങ്ങളുടെ എന്ത് ചെയ്യേണ്ടത്, സെലക്ഷൻ ക്രൈറ്റീരിയ നിങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഇതിൽ മാത്തമാറ്റിക്സ് നിർബന്ധമാണ്, പ്ലസ് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് 2. അപ്പം നിങ്ങൾ മിക്കവാറും എന്തായിരിക്കണം, +2 ഈ വിഷയങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കേസിൽ നിർബന്ധമാണ്, ഹോണേഴ്സ് പ്രോഗ്രാമിനും ഹോണേഴ്സ് കോഴ്സിനും അതുപോലെ തന്നെ പ്രോഗ്രാം കോഴ്സിനും എന്നുള്ളതാണ്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടുവിലേക്ക് വരാം. സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് തമിഴ്നാടുവിലുള്ള. BSc മാത്തമാറ്റിക്സ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണുള്ളത്, ഇൻറ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്സ് പ്രോഗ്രാമാണുള്ളത്. അവിടെ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സുമാണ്. നിങ്ങൾ മിക്കവാറും യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രി മാത്സും നിങ്ങൾ എഴുതുകയാണെങ്കിൽ സേഫ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനും സാധ്യതകളുണ്ട് എന്നുള്ളത്. ഇനി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നോക്കാം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ഗ്രൂപ്പാണുള്ളത്. അതിൽ നിങ്ങൾ കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സുമാണ് നിങ്ങൾ സബ്ജക്റ്റുകളായിട്ട് എഴുതേണ്ടതെന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ നിങ്ങൾ എഴുതേണ്ട സബ്ജക്റ്റ് ഇൻറ്റഗ്രേറ്റഡ് BSc MSc മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി എന്നുള്ളതാണ്. ഇനി അടുത്ത യൂണിവേഴ്സിറ്റി നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ നിങ്ങൾക്ക് 5 ഇൻറ്റഗ്രേറ്റഡ് BSc ഹോണേഴ്സ് MSc ഹോണേഴ്സ് പ്രോഗ്രാമാണ് മാത്തമാറ്റിക്സിലുള്ളത്. ഫിസിക്സോ കെമിസ്ട്രി ഓർ മാത്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത് എന്നുള്ളതാണ്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിൽ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റഡ് BSc ആൻഡ് MSc ഇൻ മാത്തമാറ്റിക്സ് കോഴ്സാണുള്ളത്. അവിടെ മാത്സ് കമ്പൽസറി ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ നിന്നും എനി 2 എന്നുള്ളതാണ് ഓപ്ഷണൽ സബ്ജക്റ്റുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ നോക്കാം. അവിടെ നിങ്ങൾക്ക് BSc ഹോണേഴ്സ് മാത്സ് ആണുള്ളത്. അതിന് നിങ്ങൾ സെക്ഷൻ 2 മാത്തമാറ്റിക്സ് ആണ് എഴുതേണ്ടത് എന്നതാണ്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ നോക്കാം. ഒഡീഷയിൽ നിങ്ങൾക്ക് 5 ഇൻറ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്സ് ആണ്. ഇംഗ്ലീഷും മാത്സും ഫിസിക്സുമാണ് നിങ്ങൾ എഴുതുക. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ക്രൈറ്റീരിയകൾ ചേഞ്ച് ആണെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണുള്ളത്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ നിങ്ങൾ 4 ഇയർ BSc മാത്തമാറ്റിക്സ് കോഴ്സ് ഹോണേഴ്സ് പ്രോഗ്രാമാണ്, ഹോണേഴ്സ് കോഴ്സാണുള്ളത്. കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സുമാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ നോക്കാം. അവിടെ 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് UG PG മാത്തമാറ്റിക്സ് കോഴ്സ് ആണുള്ളത്. ജനറൽ ടെസ്റ്റ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ജനറൽ ടെസ്റ്റ് വേണോ മാത്സിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സൗത്ത് ബീഹാറിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജനറൽ ടെസ്റ്റ് കൂടി പരിഗണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ ഡിഫറൻസ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് നോക്കാം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണുള്ളത്. 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്കൽ സയൻസ് എന്നുള്ള കോഴ്സാണ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയും ഇംഗ്ലീഷുമാണ്. ഇംഗ്ലീഷ് ഒരു ക്വാളിഫയിങ് മാർക്കാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആണ് നോക്കുക എന്നുള്ളത്. ഇനി ഡോക്ടർ ഹരിസിംഗ് കൗർ വിശ്വവിദ്യാലയ മധ്യപ്രദേശ്, അവിടെ BSc മാത്സ് അതുപോലെ തന്നെ BSc B.Ed മാത്സ് ഗ്രൂപ്പാണുള്ളത്. അവിടെ ഫിസിക്സ്, മാത്സ് ആൻഡ് ജനറൽ ടെസ്റ്റ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ BSc B.Ed എന്നുള്ള രീതിയിലാണ് കോഴ്സ് ഉള്ളത്. ഈ IGNTU ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശ് അമർകണ്ടക്, അവിടെയുള്ളത് കോഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് മാത്തമാറ്റിക്സ് കോഴ്സാണ്. സെക്ഷൻ 2 മാത്തമാറ്റിക്സ് ആണ്
എഴുതേണ്ടത്. ഇനി ജാമിയ മില്ലിയ ഇസ്ലാമിയ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. വളരെ കുറച്ച് കോഴ്സുകൾ മാത്രമാണ് ജാമിയ മില്ലിയയിൽ CUT അണ്ടറിൽ വരുന്നുള്ളൂ. ആ വരുന്ന കോഴ്സുകളിൽ പ്രധാനപ്പെട്ട കോഴ്സാണ് മാത്സ് ഹോണേഴ്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്ന കോഴ്സാണ്. സെക്ഷൻ 2 മാത്തമാറ്റിക്സ് ആണ് എഴുതേണ്ടത്. തേസ്പൂർ യൂണിവേഴ്സിറ്റി ആസാം, അവിടെ ഇൻ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്സ് കോഴ്സാണ്. അതിന് നിങ്ങൾ ഇംഗ്ലീഷും മാത്തമാറ്റിക്സുമാണ് എഴുതേണ്ടത്. ത്രിപുര യൂണിവേഴ്സിറ്റി ഉണ്ട്. ത്രിപുര യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് എന്ന കോഴ്സാണ്. അവിടെ നിങ്ങൾ മാത്സ് ആണ് എഴുതേണ്ടത്. ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവാൾ യൂണിവേഴ്സിറ്റി ശ്രീനഗർ, അവിടെയുള്ള കോഴ്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഗ്രൂപ്പ്, അതിൽ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി. ഇത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും നോമൻ ക്ലാസ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. ബേസിക്കലി എന്താണ് എല്ലാം മാത്സ് തന്നെയാണ് പഠിപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെഹു നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി ഷില്ലോങ്, അവിടെ മേജർ മാത്തമാറ്റിക്സ് ആണ്. ലാംഗ്വേജ് ടെസ്റ്റും അതുപോലെ തന്നെ മാത്സും ജനറൽ ടെസ്റ്റുമാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നാണ് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണെന്നുള്ളത്. ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയ ഛത്തീസ്ഗഡ്, അവിടെ നിങ്ങൾക്ക് BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് കോഴ്സ് കാണാം. സെക്ഷൻ 2 മാത്തമാറ്റിക്സ് ആണ് എഴുതേണ്ടത്. മിസോറാം യൂണിവേഴ്സിറ്റി ഉണ്ട്. മിസോറാം യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് BSc മാത്തമാറ്റിക്സും BA മാത്തമാറ്റിക്സ് ആണുള്ളത്. സെക്ഷൻ 1 ലാംഗ്വേജ് ടെസ്റ്റ് ഇംഗ്ലീഷും, സെക്ഷൻ 2 മാത്തമാറ്റിക്സും ആണ് എഴുതേണ്ടത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട് അരുണാചൽ പ്രദേശ്, അവിടെ BSc മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ടാണുള്ളത്. മാത്സ് ഫിസിക്സ് കെമിസ്ട്രിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. നാഗാലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ആണ്. അവിടെ മാത്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നേരത്തെ എന്തായിരുന്നു, നേരത്തെ അവർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി 2 ക്യാമ്പസിലുണ്ട്. മെയിൻ ക്യാമ്പസിൽ 4 ഇയർ BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ഉണ്ട്. കരൈക്കൽ ക്യാമ്പസ് ഓഫ് ക്യാമ്പസ് ആണ്, അവിടെയും 4 ഇയർ BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ഉണ്ട്. ഫിസിക്സ് മാത്സ് കെമിസ്ട്രിയുമാണ് എഴുതേണ്ടത്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി വെസ്റ്റ് ബംഗാൾ, അവിടെയും BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് കോഴ്സ് ഉണ്ട്. സെക്ഷൻ 2 മാത്തമാറ്റിക്സ് ആണ് എഴുതേണ്ടത്. ഇനി ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ഉണ്ട് ഡൽഹി. അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ BA ഹോണേഴ്സ് മാത്സ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, BSc ഹോണേഴ്സ് മാത്രമല്ല BA ഹോണേഴ്സും മാത്സിൽ കൊടുക്കുന്നുണ്ട്. മാത്സും എനി ടു അതർ സബ്ജക്ട് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ബെസ്റ്റാണ് എടുക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഉണ്ട്. BSc മാത്തമാറ്റിക്സിന് മാത്സും ജനറൽ ടെസ്റ്റുമാണ് ജമ്മുവിലേക്ക് എഴുതേണ്ടത്. യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ ഉണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ വേറെ ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ വേറെ ഉണ്ട്. അത് ബാച്ചലർ ഓഫ് മാത്തമാറ്റിക്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഉണ്ട്. മാത്സ് അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. ആര്യ വിദ്യാപീഠ് കോളേജ് ഉണ്ട് ആസാമിൽ, അവിടെ BSc മാത്തമാറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോണേഴ്സ്. എനി 1 ലിസ്റ്റഡ് ലാംഗ്വേജ്, മാത്സ് എനി 1 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്നുള്ള സ്വഭാവത്തിലാണ് പറയുന്നത്. ഇനി ഗവൺമെൻറ് കോളേജ് ഫോർ വിമൺ പരേഡ് ഗ്രൗണ്ട് ജമ്മു ഉണ്ട്, അവിടെ BSc മാത്തമാറ്റിക്സ് കോഴ്സ് ഉണ്ട്. അവിടെ മാത്സ് ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. JB കോളേജ് ഉണ്ട് ആസാമിൽ, അവിടെ ഇൻ്റഗ്രേറ്റഡ് MSc മാത്സ് ഉണ്ട്, അവിടെ മാത്സ് ആണ് എഴുതേണ്ടത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കോളേജസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും എന്നതാണ്. അതായത് BSc മാത്തമാറ്റിക്സ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്യാമ്പസുകളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഈ ക്യാമ്പസുകൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ടോപ്പ് വരുന്ന ക്യാമ്പസുകളനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷൻ കൊടുക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രൊസീഡ് ചെയ്യുകയും ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.